എല്ലാവർക്കും ട്രാവലൻസ് ചാനലിലേക്ക് സ്വാഗതം. കർണാടകയിലെ കൂർഗിലെ മടിക്കേരിയിൽ തങ്ങി തലക്കാവേരിയും രാജാസ് സീറ്റ് ഗാർഡനും കണ്ട ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ടിബറ്റൻ ആശ്രമം കാണുകയാണ്. സുവർണക്ഷേത്രം എന്നും അറിയപ്പെടുന്ന ഇവിടമാണ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ടിബറ്റൻ ബുദ്ധമതക്കാരുടെ പഠന കേന്ദ്രം. ഇത് മൈസൂർ ജില്ലയുടെ ഭാഗമായ ഭൈലക്കുപ്പയിലാണ്. ടിബറ്റിനുമേൽ ചൈന നടത്തിയ ആക്രമണ പരമ്പരകളുടെ ബാക്കി പത്രമാണ് നമ്മൾ ഇന്നിവിടെ കാണുന്ന ഈ കേന്ദ്രം. ബുദ്ധമത വിശ്വാസികളായ ടിബറ്റൻ ജനതയുടെ പരമോന്നത ആത്മീയ നേതാവും തലവനുമായ 14ാമത്തെ ദലൈലാമയ്ക്ക് വേണ്ടിയുള്ളതാണ്. അദ്ദേഹം ടിബറ്റുകാർ അവരുടെ ബോധിസത്വനായാണ് കരുതുന്നത്. ബുദ്ധമതത്തിൽ ഉണർവ് അഥവാ ജ്ഞാനോദയം നേടിയവരെയാണ് ബോധിസത്വൻ എന്ന് വിളിക്കുന്നത്. ബുദ്ധനാകാൻ ദൃഢനിശ്ചയം ചെയ്തവരാണ് ബോധിസത്വന്മാർ. എല്ലാ ജീവജാലങ്ങളോടും കരുണാമയമായ മനസ്സോടെ ജീവിക്കുന്ന ഇത്തരക്കാർക്ക് സ്നേഹദയയും സഹാനുഭൂതിയുമുള്ള സന്തോഷവും സമചിത്തതയും കരുണയും എപ്പോഴും ഉണ്ടാകും. എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ബുദ്ധമതത്തിലെ മഹായാന വിഭാഗത്തിലെ എല്ലാവിധ ആചാരാനുഷ്ഠാനങ്ങളോടും കൂടി ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെയാണ് നാം ഇവിടെ ആകെ കാണുന്നത്. ടിബറ്റൻ ജനത എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം മഹായാന തത്വങ്ങൾ പഠിപ്പിക്കാൻ ദലൈലാമ മുൻകൈയെടുത്തു. 1959 മാർച്ചിൽ ചൈനയുടെ ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ 14ാമത്തെ ദലൈലാമ കുടുംബവും സർക്കാരുമായി ഓടിയെത്തിയത് ഇന്ത്യയിലായിരുന്നു. ചൈനീസ് ഭടന്മാരുടെ വേഷത്തിൽ അവർക്കിടയിലൂടെ രക്ഷപ്പെട്ട് ഇന്ത്യൻ മണ്ണിലെത്തിയ ടിബറ്റുകാരും അവരുടെ പിന്മുറക്കാരുമാണ് ഇവിടെ കൂട്ടമായി ജീവിക്കുന്നത്. ഈ സെറ്റിൽമെൻറ്റിൽ ഇപ്പോൾ ഏകദേശം 7000-ത്തിലധികം ടിബറ്റുകാരുണ്ട്. ഇതിൽ സന്യാസിമാരും കന്യാസ്ത്രീകളും അധ്യാപകരും വിദ്യാർത്ഥികളുമുണ്ട്. വിശാലമായ ഈ കോമ്പൗണ്ടിൽ ഒരു ജൂനിയർ ഹൈസ്കൂളും സന്യാസിമാർക്കും കന്യാസ്ത്രീകൾക്കും വേണ്ടി ഒരു ബുദ്ധമത തത്വചിന്താ കോളേജുമുണ്ട്. ഒരു ഭാഗത്ത് പ്രായമായവർക്കുള്ള വീടും ആശുപത്രിയും കാണാം. ടിബറ്റിലെ നിങ്മ സ്കൂളിൻ്റെ 6 മാതൃ ആശ്രമങ്ങളിൽ ഒന്നായ പാല്യുൽ ആശ്രമമാണ് ഇതെന്ന് പറയുന്നു. ആദ്യം ഏകദേശം 80 ചതുരശ്ര അടി വിസ്തൃതിയിൽ മുള കൊണ്ട് നിർമ്മിച്ച ഒരു ക്ഷേത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അന്ന് ഇതിൻ്റെ സ്ഥാപകനായ പെനോട്ട് റിൻപോച്ചെ ഒരു കൂടാരത്തിലാണ് താമസിച്ചിരുന്നത്. അക്കാലത്ത് പ്രവാസികളായി വന്ന ഈ ടിബറ്റുകാർക്ക് ഇന്ത്യൻ സർക്കാർ ഈ കുശാൽ നഗറിലെ വനഭൂമി താമസത്തിന് കൊടുത്തു. അക്കാലത്ത് ആനകളുടെയും മറ്റ് വന്യജീവികളുടെയും ആക്രമണങ്ങൾ ധാരാളം നേരിടേണ്ടി വന്നിട്ടുണ്ട്. റോഡുകളോ മറ്റ് ഗതാഗത സൗകര്യങ്ങളോ അന്നുണ്ടായിരുന്നില്ല. വേണ്ടത്ര സാമ്പത്തിക സഹായങ്ങളൊന്നുമില്ലാതെ പ്രകൃതി ദുരന്തങ്ങളോട് മല്ലടിച്ച് ദുരിതപൂർണമായ ജീവിതമായിരുന്നു അന്ന് അവർ അനുഭവിച്ചത്. എന്നാൽ അന്ന് ആരംഭിച്ച ചെറിയ തുടക്കത്തിൽ നിന്നാണ് ഇന്ന് ഇവിടെ കാണുന്ന ലോകത്തിലെ ഏറ്റവും വലിയ നിങ്മ സ്കൂൾ ആശ്രമം ഉണ്ടായത്. ഇപ്പോൾ ഇതിനകത്ത് കാണുന്ന വലിയ കെട്ടിടങ്ങളിൽ ഒന്ന് നെംട്രോലിംഗ് ജൂനിയർ ഹൈസ്കൂളാണ്. നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്ന മറ്റൊരു കെട്ടിടം നഗ്യൂർ നിങ്മ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇതാണ് ബുദ്ധമത തത്വങ്ങളുടെ പഠന കേന്ദ്രവും റിസർച്ച് സെൻ്ററും. ഇത് 1978 റിൻപോച്ചെ സ്ഥാപിച്ചതാണ്. കൂടാതെ പാല്യൂൾ
നിഘണ്ടു എഡിറ്റോറിയൽ കമ്മിറ്റിക്കും പത്മമണി വിവർത്തന സമിതിക്കും കന്യാസ്ത്രീ മഠത്തിനും എല്ലാം പ്രത്യേകം മനോഹരമായ കെട്ടിടങ്ങൾ ഇതിനകത്തു കാണാം. അലങ്കാര സവിശേഷതകൾ കണ്ടും നിർമ്മാണ വൈഭവങ്ങൾ കണ്ടും കൊത്തുപണികളുടെ ചാരുതകൾ ആസ്വദിച്ചും വ്യത്യസ്ത നിറത്തിലും വലിപ്പത്തിലുമുള്ള ചെടികളുടെയും മരങ്ങളുടെയും ഭംഗി ആസ്വദിച്ചും കെട്ടിട സമുച്ചയങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ ലോകത്തെവിടെയും പലായനം ചെയ്ത് അലയുന്ന എല്ലാ ജനതയ്ക്കും ഇത്രയും ആകർഷകമായ വാസസ്ഥലങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അറിയാതെ ആഗ്രഹിച്ചു പോകും. ആ ജനസമൂഹത്തിൻ്റെ വിശ്വാസങ്ങൾക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കും ജീവിത ശൈലികൾക്കും യാതൊരു പോറലുമേൽപ്പിക്കാതെ ഭയരഹിതരായി സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ജീവിക്കാൻ അവസരമൊരുക്കിക്കൊടുത്തവരുടെ മാനുഷിക മഹത്വം ഏത് സഞ്ചാരിയുടെയും മനസ്സിൽ നിറയ്ക്കാനുള്ള ധാരാളം കാഴ്ചകൾ ഇതിനകത്തുണ്ട്. ബുദ്ധമതത്തിൻ്റെ പ്രതീകങ്ങളെ ചിത്രീകരിക്കുന്ന ചക്രമുള്ള മനോഹരമായ 4 നില ഗോപുരമാണ് ഈ ആശ്രമത്തിലേക്കുള്ള പ്രവേശന കവാടം. ഇതിനകത്ത് ഏറ്റവും ആകർഷകമായിട്ടുള്ളത് നടുക്കുള്ള ബുദ്ധൻ്റെ പ്രതിമയും 2 ഭാഗത്തുമുള്ള അമിതായുസിൻ്റെയും പത്മസംഭവൻ്റെയും പ്രതിമകളുമാണ്. സന്ദർശകർക്ക് പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും വഴിപാടുകൾ കഴിപ്പിക്കാനുമുള്ള സംവിധാനങ്ങളും ഇവിടെയുണ്ട്. അവർക്ക് മണിമുഴക്കാനും ഡ്രമ്മുകൾ തിരിച്ച് ഓം മണി പത്മേഹം എന്ന പ്രാർത്ഥന ജപിക്കാനും കഴിയും. രാവിലെ 6 മുതൽ വൈകുന്നേരം 6 മണി വരെ ഇവിടം സന്ദർശകർക്കായി തുറന്നിരിക്കുന്നു. ടിബറ്റൻ വാസ്തുവിദ്യയുടെയും കലാസൃഷ്ടിയുടെയും മനോഹര കാഴ്ചകളാണ് ഇവിടമാകെ. ഗോപുരങ്ങൾ മാത്രമല്ല, എല്ലാ കെട്ടിടങ്ങളും ചുവരുകളും തൂണുകളും കൊത്തുപണികളും മനോഹരമായ ശില്പങ്ങളും കൊണ്ട് എല്ലാ സഞ്ചാരികളുടെയും മനം കവരും. വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ ബുദ്ധസന്യാസിമാർ ഈ ക്ഷേത്രത്തെ പരിപാലിക്കുന്നതും വിശ്വാസികളെയും സഞ്ചാരികളെയും ആകർഷിക്കാൻ ഒരുക്കിയിരിക്കുന്ന വിഭവങ്ങളുടെ പ്രത്യേകതകൾ കണ്ടറിയുമ്പോൾ ആഴത്തിലുള്ള ഒരു ആത്മീയ അനുഭവമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ എത്തുന്നവരിലധികവും ഇതിനുള്ളിലെ ശാന്തമായ അന്തരീക്ഷം ആസ്വദിച്ച് കുറച്ചു സമയമെങ്കിലും ധ്യാനത്തിൽ മുങ്ങി ഒരു ആന്തരിക സമാധാനം നേടി അറിയാതെ ബുദ്ധമത ആചാരങ്ങളോട് അടുത്തുപോകും. ടിബറ്റിൽ നിന്നും അഭയാർത്ഥികളായി ഇവിടെ എത്തിയ ഇവർക്ക് ജന്മനാടിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ പിന്തുടരാനും സമാധാനമായി ജീവിക്കാനും വേണ്ടത്ര അവസരങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആഗ്രഹമാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണമെന്നറിഞ്ഞ ഈ ടിബറ്റൻ ജനത ഇവിടെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ കഴിഞ്ഞത് ഒരു വേറിട്ട അനുഭവമാണ്. യുദ്ധമുഖരിതമായ ഇക്കാലത്ത് പലായനം ചെയ്യുന്നവരുടെ അവസ്ഥകളെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കാനും അത്തരം ആൾക്കാർ സന്തോഷമായി ജീവിക്കുന്ന സുന്ദരമായ കാഴ്ച കാണാനും ഈ വിനോദ തീർത്ഥാടന കേന്ദ്രം ഉപകരിക്കും. അടുത്ത കാഴ്ചാനുഭവത്തിനായി ട്രാവലൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.